سيدنا ومولانا محمد وعلى آل محمد وبارك وسلم إنك حميد مجيد. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹവും ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹൃദയരായ സത്യാന്വേഷികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ ഉത്തമ സൃഷ്ടിയായ മനുഷ്യന്റെ ഭൗതികവും ശാരീരികവുമായ വളർച്ചയ്ക്കും പുരോഗതിക്കുമായി ഖലഖലക്കും മാഫിൽ അർളി ജമിഅ, അള്ളാഹു ഈ ഭൂമിയെയും അതിലുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചതുപോലെ തന്നെ വസ്തവ ഇലൽ അർശ്, മനുഷ്യന്റെ ആധ്യാത്മികവും ധാർമ്മികവുമായ പുരോഗതിക്കും അഭിവൃദ്ധിക്കുമായി അള്ളാഹു ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതാണ് മനുഷ്യൻ ധാർമ്മികമായി അധപ്പതിക്കുമ്പോഴെല്ലാം തന്നെ അള്ളാഹു തന്റെ പ്രവാചകന്മാരെ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ദേശങ്ങളിൽ നിയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. മനുഷ്യന്റെ ഭൗതികമായ അഭിവൃദ്ധിക്ക് വേണ്ടി അള്ളാഹു വെള്ളം, ധാന്യങ്ങൾ, ഭക്ഷണം, കാറ്റ് മുതലായ എല്ലാ ഏർപ്പാടുകളും ചെയ്തതുപോലെ തന്നെ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവന്റെ ധാർമ്മികവും ആധ്യാത്മികവുമായ ഉന്നമനത്തിന് വേണ്ടി പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുമ്പോഴെല്ലാം തന്നെ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹദ്റത്ത് ആദം അലൈഹിസ്സലാം മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരെ വന്ന 1,24,000 പ്രവാചകന്മാരുടെ ചരിത്രവും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അവർ ലോകത്ത് അവതരിച്ചപ്പോഴെല്ലാം തന്നെ അവരുടെ ജനത അവരെ നിഷേധിക്കുകയുണ്ടായി, നിരാകരിക്കുകയുണ്ടായി, എതിർക്കുകയുണ്ടായി എന്നാണ്. ഹദ്റത്ത് ആദം അലൈഹിസ്സലാം താൻ ദൈവനിയുക്തനാണെന്ന് വാദിച്ചപ്പോൾ എതിരാളികൾ അബാവസ്തക്ബറ, എതിർക്കുകയും അഹംഭാവം കാണിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ അരുൾ ചെയ്യുന്നു. അതേപ്രകാരം ഹദ്റത്ത് നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നാം നൂഹ് നബിയെ അദ്ദേഹത്തിന്റെ സമുദായത്തിലേക്ക് അയച്ചു. ഫഖാല, ഹദ്റത്ത് നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. അല്ലയോ സമുദായമേ, നിങ്ങൾ അല്ലാഹുവെ മാത്രം ആരാധിക്കുക, അവനെ കൂടാതെ മറ്റാരെയും തന്നെ ആരാധിക്കരുത്. നിങ്ങളിൽ ഉണ്ടാവുന്ന ഭയാനകമായ ഒരു ദൈവിക ശിക്ഷയെ ഞാനിതാ ഭയപ്പെടുന്നു എന്ന് ഹദ്റത്ത് നൂഹ് അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞപ്പോൾ ഖാലൽ മലഉ മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ സമുദായത്തിലെ നേതാക്കന്മാർ പറഞ്ഞു, ഇന്നാ ലനറാക ഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും നീ ഭയങ്കരമായ വ്യക്തമായ വഴികേടിലാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഫകസ്സബൂഹു, അദ്ദേഹത്തെ വ്യാജപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഹദ്റത്ത് ഹൂദ് അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, വൈല ആദിൻ അഖാഹും ഹൂദ, ആദ് സമുദായത്തിൽ ഹൂദ് വന്നപ്പോൾ ഖാല, അദ്ദേഹം പറയുണ്ടായി, യാ ഖൗമി ഇബ്ദുല്ലാഹ ലക്കും മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറിഹി, അല്ലാഹുവെ മാത്രം ആരാധിക്കുക എന്ന പ്രബോധനവുമായി അദ്ദേഹം വന്നപ്പോൾ ഖാലൽ മലഉ അല്ലദീന കഫറു മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ സമുദായത്തിലുള്ള നേതാക്കന്മാർ പറയുണ്ടായി, ഇന്നാ ലനറാക ഫീ സഫാഹത്തിൻ വ ഇന്നാ ലനദുക മിനൽ കാദിബീൻ, നീ ഏറ്റവും വലിയ വിഡ്ഢിത്വമാണ് നീ പറയുന്നത്, നീ ഏറ്റവും വലിയ വ്യാജനാണ് എന്ന് നിങ്ങൾ കരുതുന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിഷേധിക്കുകയുണ്ടായി. അതേപ്രകാരം സമൂദ് സമുദായത്തിൽ ഹദ്റത്ത് സാലിഹ് അലൈഹിസ്സലാം വന്നപ്പോഴും ആ സമുദായത്തിലെ നേതാക്കന്മാർ പറഞ്ഞത് ഖാലല്ലദീന ഇസ്തക്ബറു, തക്കബ്ബുർ കാണിച്ചുകൊണ്ട് അഹംഭാവം കാണിച്ചു പറയുകയുണ്ടായി, ഇന്നാ ബില്ലദീ ആമൻതു ബിഹി കാഫിറൂൻ, നീ കൊണ്ടുവന്നതേ നിങ്ങൾ വിശ്വസിക്കുന്നതേ ഞങ്ങളിതാ നിഷേധിക്കുന്നു എന്നാണ്. മദിയൻ സമുദായത്തിലേക്ക് ഹദ്റത്ത് ശുഐബ് അലൈഹിസ്സലാം വന്നപ്പോൾ ഖാലൽ മലഉ അല്ലദീന ഇസ്തക്ബറു മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ സമുദായത്തിലുള്ള വലിയ വലിയ അഹംഭാവികളും നേതാക്കന്മാരും പണ്ഡിതന്മാരും പറഞ്ഞിരുന്നത്, ലനുഖ്രിജന്നക യാ ശുഐബ് മിൻ വല്ലദീന ആമനൂ മഅക മിൻ ഖരിയത്തിന, അല്ലയോ ശുഐബ്, നിന്നെയും നിന്നിൽ വിശ്വസിച്ചവരെയും നിങ്ങൾ നാട് കടത്തുന്നതാണ്, ഔ തഊദന ഫീ മില്ലത്തിന, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരണമെന്ന്. ഹദ്റത്ത് മൂസ അലൈഹിസ്സലാം വന്നപ്പോൾ സുമ്മ ബഅസ്നാ മിൻ ബഅദി മൂസ ബി ആയാത്തിന, ദൃഷ്ടാന്തങ്ങളോട് മൂസ വന്നപ്പോൾ ഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔന, ഫിറഔന്റെ സമുദായത്തിലെ നേതാക്കന്മാർ പറയുകയുണ്ടായി, ഇന്ന ഹാദാ ലസാഹിറുൻ, ഏറ്റവും വലിയൊരു മാന്ത്രികയാണ് ഇവൻ എന്ന്.
പറയുണ്ടായില്ല ഔക്കത്തിയൻ ഐദിയക്കും വാർജുലക്കും മിൻ ഖിലാഫിൻ സുമ്മ ലഉസല്ലിബന്നകും അജ്മഈൻ. മൂസയിൽ വിശ്വസിച്ചവരെ കൈകാലുകൾ ഞങ്ങൾ വെട്ടിക്കളയുന്നതാണ്, അവരെ കുരിശിലേറ്റുന്നതാണെന്ന് പറയുകയുണ്ടായി. ഹദ്റത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ആക്ഷേപിച്ചപ്പോൾ, തിരുമേനി എതിർത്തപ്പോൾ, തിരുമേനിയെ ആ കാലത്തുള്ള ഖുറൈശികൾ വ്യാജപ്പെടുത്തിയപ്പോൾ അള്ളാഹു സാന്ത്വനം പറയുകയാണ്, ഫൈൻ കസ്സബൂക ഫഖദ് കുസിബത് റുസുലുൻ മിൻ ഖബ്ലിക. മുഹമ്മദ് നബിയെ നീ വ്യസനപ്പെടുന്ന ആവശ്യമില്ല. ഇവർ നിന്നെ വ്യാജപ്പെടുത്തുന്നുണ്ടെങ്കിൽ വ്യസനിക്കേണ്ടെന്ന ആവശ്യമില്ല. നിനക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരെയും ആ കാലത്ത് ജനങ്ങൾ വ്യാജപ്പെടുത്തിയിരുന്നു. മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ബിറസുലിൻ മിൻ ഖബ്ലിക. നിനക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർക്കെതിരായി എന്തെന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു, ആ ആരോപണങ്ങൾ നിനക്കെതിരെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. യാ ഹസ്രതൻ അലൽ ഇബാദി മാ യഅതി മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തദിഊൻ. പരിതാപം എന്ന് പറയട്ടെ, അല്ലാഹു പറയുന്നു, പരിഹസിക്കപ്പെടാത്ത എതിർക്കപ്പെടാത്ത ഒരു പ്രവാചകൻ ഭൂലോകത്ത് വന്നിട്ടില്ല എന്ന് അല്ലാഹു പറയുന്നു. ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹദ്റത്ത് ആദം അലൈഹിസ്സലാം മുതൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരെ വന്ന എല്ലാ പ്രവാചകന്മാരെയും അവരുടെ സമുദായങ്ങളെ എതിർത്തുകൊണ്ടിരുന്നു, ആക്ഷേപിച്ചുകൊണ്ടിരുന്നു, പരിഹസിച്ചുകൊണ്ടിരുന്നു. അവർ വന്നപ്പോഴെല്ലാം തന്നെ രണ്ട് കൈകളും നീട്ടി ആരും തന്നെ അവരെ സ്വാഗതം ചെയ്ത, ആരംഭത്തിൽ സ്വാഗതം ചെയ്ത മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സൂറത്തുൽ ആറാഫിൽ ഇതിനെക്കുറിച്ച് വളരെ വിസ്തീരിച്ച് അല്ലാഹു പറയുന്നു. ഓരോ പ്രവാചകനും നേരിടേണ്ടുന്ന കഷ്ടപ്പാടുകളെയും മർദ്ദനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വിവരിച്ചതിന് ശേഷം അല്ലാഹു പറയുന്നു, അവസാനം ഇവർക്കൊക്കെ അല്ലാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്നതാണ് എന്നാണ്. പ്രവാചകന്മാരെ മാത്രമല്ല, റസൂൽ തിരുമേനിക്ക് ശേഷം അവതരിച്ച എല്ലാ മുജദ്ദിദീങ്ങളെയും ഇമാമിങ്ങളെയും ആ കാലത്തുള്ള ജനങ്ങളും പ്രത്യേകിച്ച് പണ്ഡിതവർഗം എതിർത്തതായി മതചരിത്രം മനസ്സിലാക്കി തരുന്നു. ഹദ്റത്ത് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയപ്പെടുന്നത്, ആ കാലത്തുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിനെതിൽ കുഫ്ർ ഫത്വ പുറപ്പെടുവിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വിഷം കൊടുത്ത് ഷഹീദാക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കബറടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം ബഗ്ദാദിലുള്ള കബർ ഉടച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് പുറത്തെടുത്ത് അത് കത്തിച്ച് ആ കബറിൽ ഒരു ചത്ത നായയുടെ ശവം വെച്ച് മൂടുകയുണ്ടായി എന്ന് ഹദ്റത്ത് അബൂ ഹനീഫയുടെ ചരിത്രം രേഖപ്പെടുത്തിയ ആൾ പറയുന്നു. എന്ന് മാത്രമല്ല, ബഗ്ദാദിൽ അദ്ദേഹത്തിന്റെ ഖബറുള്ള സ്ഥലത്ത് കക്കൂസ് ഉണ്ടാക്കി എന്നും അദ്ദേഹത്തിന്റെ ചരിത്രം മനസ്സിലാക്കി തരുന്നു. അദ്ദേഹത്തിനെതിരിൽ നൗദുബില്ല അദ്ദേഹം മുശ്രിക്കായിരുന്നു. ഷൈത്താൻ ക സീങ്, ഷൈത്താന്റെ കൊമ്പായിരുന്നു നൗദുബില്ല ഹദ്റത്ത് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. അബൂ ഹനീഫയേക്കാൾ മൻഹൂസും നൗദുബില്ല റസീലുമായ ഒരു മനുഷ്യൻ തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് ആ കാലത്തുള്ള പണ്ഡിതന്മാർ ഫത്വ പുറപ്പെടുവിക്കുകയുണ്ടായി. ഇന്നതേ അബൂ ഹനീഫയെ ഇമാമ ആദം എന്ന് പറഞ്ഞുകൊണ്ട് നാം എല്ലാം ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ ആ കാലത്തുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തെ ഈ രീതിയിലെല്ലാം കഷ്ടപ്പെടുത്തിയുണ്ടായെന്ന് ചരിത്രം മനസ്സിലാക്കി തരുന്നു. മറ്റൊരു ഇമാമായ ഹദ്റത്ത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാലത്തുള്ള രാജാവ് കൽപ്പിക്കുകയുണ്ടായി, ഇദ്ദേഹത്തിന് 70 ചാട്ടവാറുണ്ട് അടിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹത്തെ ഒരു വലിയ ഭയങ്കരവാദിയെ കൊണ്ടുപോകുന്നത് പോലെ ഒട്ടകപ്പുറത്ത് കയറ്റി പല മൈലുകളോളം അദ്ദേഹത്തെ അടിച്ചടിച്ച് ശരീരം മുഴുവൻ രക്തപങ്കിലമാക്കി അതിനുശേഷം ബഗ്ദാദിൽ അദ്ദേഹത്തെ ഒരു കഴുതപ്പുറത്ത് കയറ്റിയിട്ട് നഗരപ്രദക്ഷിണം വയ്ക്കുകയുണ്ടായ ഹദ്റത്ത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയെ കുറിച്ച്. ഇന്നത്തെ പേര് കേൾക്കുമ്പോൾ നാം റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്നു. അതേപോലെ ഹദ്റത്ത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ആ കാലത്തുള്ള പണ്ഡിതന്മാർ പറഞ്ഞിരുന്നത് അദറു മിൻ ഇബ്ലീസ്, ഇബ്ലീസിനേക്കാൾ നൗദുബില്ല കൊടിയവനെന്നാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിച്ചുകൊണ്ട് കയറ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ വളരെയധികം കഷ്ടപ്പെടുത്തുകയുണ്ടായി, കാഫിർ കാഫിർ എന്ന് പറഞ്ഞുകൊണ്ട്. ഹദ്റത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കൈകാലുകളിൽ ഭാരിച്ച ആമങ്ങൾ ഇട്ടുകൊണ്ട് തടവിലിട്ടു, പുറത്ത് ചമ്മട്ടിക്കൊണ്ടടിച്ചു. എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളെ ആ കാലത്തുള്ള പണ്ഡിതന്മാർ നിർബന്ധിക്കുകയുണ്ടായി. അദ്ദേഹത്തെ എല്ലാ വെള്ളിയാഴ്ചയും ജുമാഅത്ത് പള്ളിയുടെ മുമ്പാകെ നിർത്തിക്കൊണ്ട് ജുമാ നമസ്കരിച്ച് പോകുന്ന മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ മുകളിൽ കാറിത്തുപ്പണമെന്ന്. ഇപ്പൊ പ്രവാചകന്മാർക്കെതിരായി മാത്രമല്ല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം വന്ന എല്ലാ ഇമാമിങ്ങൾക്കും മുജദ്ദിദീങ്ങൾക്കും എതിരായി ആ കാലത്തുള്ള പണ്ഡിതന്മാരുടെ ഫത്വ ഈ രീതിയിലായിരുന്നു. ഈ അവസരത്തിൽ
ഹദ്രത്ത് ഇമാം മഹദി അലൈഹി ഇസ്ലാമിനെതിരായി